സൂരജ് സർ, നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട ഒരു ന്യൂസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാകുന്ന ഒരു നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. US പൗരന്മാർ അല്ലാത്തവർ US പുറത്തേക്ക് അയക്കുന്ന പണത്തിന്മേൽ ഏകദേശം 5% നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബില്ല് US ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. സൂരജ് സർ, നമ്മൾ ഫിഗേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ള US ഏറ്റവും കൂടുതലുള്ള 3 പ്രവാസി കമ്മ്യൂണിറ്റീസിൽ ഒന്ന് ഇന്ത്യക്കാരാണ്. തീർച്ചയായിട്ടും അതിൽ ഏകദേശം 23 ലക്ഷം ഇന്ത്യക്കാരാണ് US ജോലി ചെയ്യുന്നത് പല ഇനത്തിലുള്ള വിസയുടെ കീഴിൽ. ഇന്ത്യയിലേക്ക് പ്രവാസി പണം ഏറ്റവും കൂടുതൽ എത്തുന്നതും വൺ ഓഫ് ദ കൺട്രി അമേരിക്ക തന്നെയാണ്. 2023 മാത്രം $2,300 കോടി ഇന്ത്യയിലേക്ക് എത്തിയതെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യക്കാർക്ക് വൻ തിരിച്ചടിയാകുന്ന ഈ ഒരു നീക്കത്തെ തീർച്ചയായിട്ടും സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജാസ്മിൻ, ഇതൊരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കാര്യം വെച്ചാൽ അത് മാത്രമല്ല, നമുക്ക് എക്കണോമിക് ഇമ്പാക്ട് ഉള്ള ഒരു ന്യൂസ് കൂടെയാണ്. കാര്യം അത് റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിനും വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ അടുത്ത കാലത്ത് സോഫ്റ്റ്വെയർസ് ഒക്കെ വന്നതോടുകൂടി നമ്മുടെ ഇവിടുന്ന് ഒരുപാട് NRIs US പോയിട്ടുണ്ട്, ഒരുപാട് സ്റ്റുഡൻസും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് ഇന്ത്യ വേൾഡ്സ് ലാർജസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് റെമിറ്റൻസ് ആണ്. ഒരുപാട് റെമിറ്റൻസ് കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഏതാണ്ട് എനിക്ക് 2023 ഫിഗർ അനുസരിച്ച് US $129 ബില്യൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. US $129 ബില്യൺ. അതിൽ ഏതാണ്ട് 23 to 32 ബില്യൺ നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ ഏതാണ്ട് US തന്നെയാണ് വരുന്നത് എന്നുള്ള. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആരൊക്കെ അയക്കുന്നത്? അവിടുത്തെ സിറ്റിസൺസ് അല്ലാത്ത, അതായത് H1B വിസ ഹോൾഡ് ചെയ്യുന്നവര്, F1 വിസ ഹോൾഡ് ചെയ്യുന്നവര്, ഗ്രീൻ കാർഡ് ഹോൾഡ് ചെയ്യുന്നവര്, ഇവരൊക്കെ ഇന്ത്യയിലേക്ക് പൈസ അയക്കാറുണ്ട്. പല കാര്യങ്ങൾക്കുമാണ് അവർ പൈസ അയക്കണം. ഒന്ന്, അവർക്ക് പ്രായമായ പേരൻസിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാശ്, അല്ലെങ്കിൽ നാട്ടിലേക്ക് അവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ്, നാട്ടിലേക്ക് റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ 5% ഇപ്പൊ ടാക്സ് ആയിട്ട് കൊടുക്കണം എന്നാണ് ട്രംപ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മളിപ്പോ $1,000 US ആണ് അവിടെ നിന്ന് നമ്മൾ അയക്കുന്നതെങ്കിൽ $50 ടാക്സ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അത് എവിടെ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യണേ ആ പോയിന്റിൽ അത് ഡിഡക്ട് ചെയ്യും. അതായത് നമ്മൾ 1000 അയക്കണമെങ്കിൽ ഈ 5% കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ അയക്കാൻ എന്നുള്ളതാണ്. ഇതിനുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഒരു ഇമ്പാക്ട് വരാനുള്ള ചാൻസുകൾ വെച്ചാൽ റിയൽ എസ്റ്റേറ്റിന് അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാം. കാര്യം NRIs ഒരുപാട്, എസ്പെഷ്യലി US റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് ചെറുതായിട്ട് ഇമോഷണലി ഒന്ന് അഫക്ട് ചെയ്യാം. വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും മേ ബി ഒരു ചെറിയൊരു ഷെയ്ക്കപ്പ് അതിനകത്ത് നടന്നു കാണാന്നുള്ള. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നതും എൽഡർലി പാരന്റ്സിന് വേണ്ടിയിട്ടും ഒക്കെ ചെലവാക്കുന്നതിലൊക്കെ ഒരു ചെറിയൊരു ഡിമ്മ് വരാം എന്നുള്ള. അതായത് മാക്സിമം പൈസ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ ആഗ്രഹം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അത് പറയുന്നത് ശരിയല്ല. കാര്യം വെച്ചാൽ ഒരാളുടെ ഈ പുരയ്ക്ക് തീ വയ്ക്കുമ്പോൾ വാഴ വെട്ടുന്നത് ശരിയല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കെല്ലാം ആക്ഷണബിൾ ഐഡിയ ആയിട്ട് വരണം എന്നാണ്. അതുകൊണ്ട് ക്ഷമിക്കുക NRIs. ഇതൊരിക്കലും ഇതിനിടയിൽ ഒരു ഒരു യൂട്ടിലൈസേഷന് വേണ്ടി നമ്മൾ ആലോചിക്കുകയല്ല. ചിലപ്പോ ഇത് സാധാരണ മെയ് അവസാനത്തോടുകൂടിയായിരിക്കും ഈ ബില്ല് വരുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഓപ്പോസിഷൻ റൂളിംഗ് പാർട്ടി ഒന്നിച്ച് കയറി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇത് പേട്രിയോട്ടിക് ആയിട്ടുള്ള ഡിസിഷൻ എന്നാ പറയും, ഈ ടാരിഫ് പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ വരികയാണെങ്കിൽ ജൂലൈയോടുകൂടി ഇത് ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെയാണ് ഈ മെയ് ജൂൺ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു മാഡ് റഷ് ഉണ്ടാവാം പൈസ ഇങ്ങോട്ടേക്ക് നാട്ടിലയക്കാൻ. അത് ചിലപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ഡീൽ ചെയ്യുന്ന കമ്പനിയായ തോമസ് കുക്ക് പോലുള്ള ഒരു കമ്പനിക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് ആയിട്ട് വന്നേക്കാം എന്നുള്ളതാണ്. ബട്ട് ഇത് സങ്കടമുണ്ട് നമുക്ക് പറയുന്നത്. ഇൻ ടോട്ടൽ നമ്മൾ ശരിക്കും പറയണേ, ഇൻ ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ന്യൂസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.